സന്തോഷേട്ടാ നമസ്കാരം. 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 ഇത് എന്താണ് സംഭവം? ഇത് അടിപൊളി സാധനങ്ങളാണ്. നമ്മൾ സാധാരണ പച്ചക്കറിയും മറ്റു സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കാറല്ലോ ഉള്ളത്. വെടിച്ചില് സാധനങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മളൊരു കല്യാണ വീട്ടിൽ വന്ന ഇത് ചെയ്ത കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം. കാണാതിരിക്കരുത്. അതായത് ചെറുക്കന്റെയും പെണ്ണിന്റെയും തന്നെ വളരെ മനോഹരമായിട്ട് നമ്മളെ ഈ CNC മെഷീനിൽ ചെയ്യുന്നതിനെക്കാട്ടി സൂപ്പറായിട്ട് തന്നെ അവർ കൈ കൊണ്ട് ചെയ്തിട്ടുണ്ട്. തണ്ണിമത്തനില് അതുപോലെ തണ്ണിമത്തൻ ചെന്ന് ചെയ്തേക്കുന്നുണ്ടോ? ഈ ഫ്ലവർ ഉണ്ടോ? സൂപ്പറാ. നോക്ക് ഈ ഫ്ലവർ നോക്ക്. ഇതൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ ചൈനയിൽ നിന്നോ മറ്റു രാജ്യത്തു നിന്നോ ഒക്കെ മേടിച്ച ഒരു എഫക്റ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് ഓരോ ഭാഗങ്ങളും ഇത് നോക്ക്. ഇതിന്റെ ആ ചെറിയ ലൈൻസ് പോലും അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്ര സൂപ്പർ. ഇത് മത്തങ്ങ തന്നെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇതുണ്ടോ മത്തങ്ങ? ഇതിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് സിമെന്റിലോ മറ്റു കാര്യത്തിലോ ചെയ്യുവാണെങ്കിൽ തന്നെ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയാം. അപ്പൊ ഇതിനെ വെട്ടിയെടുക്കുന്ന ആ ഒരു രീതി നോക്ക്. ചെയ്ത കലാകാരന്മാരെ കാണാം. തീർച്ചയായിട്ടും പരിചയപ്പെടാം. ഇത് കോഴിയെ കണ്ടിരിക്കും. ഇത് ബീട്രൂട്ട് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ മത്തങ്ങ ഉണ്ട്. എല്ലാ സാധനവും കൊണ്ട് ചെന്നാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബീട്രൂട്ട് അല്ലേ? ഇത് ബീട്രൂട്ട്. ഒരു രക്ഷയില്ല. ഇതിപ്പോ കൊണ്ടുവന്ന് ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇന്ന സാധനം ഒന്നും അറിയത്തില്ല. പച്ചക്കറി രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി. എങ്കിലും മത്തങ്ങ വെച്ച് തന്നെ കട്ട് ചെയ്തേക്കുവാണ്. ഇവിടെ നോക്ക്, ഈ രണ്ട് സൈഡൊക്കെ നോക്കിയേ. ക്യാരറ്റ് ആണ് ചെയ്തത്. ക്യാപ്സിക്കോ, ക്യാരറ്റ് രക്ഷയില്ല. പിന്നെ ഇതുണ്ട്, ഈ ഫ്ലവർ എല്ലാം അങ്ങനെ ചെയ്തോണ്ടിരിക്കുക. ഇനി അടുത്ത അത്ഭുതങ്ങൾ ഇപ്പൊ അവിടെ ചെയ്തോണ്ടിരിക്കുക, ഓരോ ഐറ്റങ്ങളായിട്ട് നമുക്ക് കാണാം. ഇത് കണ്ടോ? ഇത് നല്ല അടിപൊളിയാണ്. ഫ്ലവർ ഒരു മീനിന്റെ സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോ ഇത് നോക്ക്. ഇതുണ്ടോ? മറ്റേ അവരുടെ ചിറകും. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റിംഗും കാണാം. സെറ്റ് ചെയ്ത് വെക്കുന്നതും കൂടെ നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് ആ ഒരു ശില്പികളെ ഒന്ന് പരിചയപ്പെട്ടാലോ? ധനേഷ് കിച്ചൺ അല്ലേ? കിച്ചൺ എന്ന് പറഞ്ഞാൽ ധനേഷ് എന്റെ മാമനാണ് ഇതിന്റെ ഫുഡിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ചെയ്യുന്നത്. അപ്പൊ ചെയ്യുന്നവരെ കാണാം. ചെയ്യുന്നവരെയും കൂടി കാണാം. വളരെ സിമ്പിൾ ആയിട്ട് അവിടെ ഇരുന്ന് അവർ ചെയ്യുന്നത്. അതെ, നോക്ക്. വളരെ നിസ്സാരക്കാരെ പോലെ ഇരുന്ന് നല്ല വെട്ടിച്ചില്ലായിട്ട് വർക്ക് ചെയ്യുക. ഇത് കണ്ടോ? ഇതൊക്കെ ഇങ്ങനെ വെട്ടിക്കണ്ടിച്ചിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തുമായിരിക്കും ചെയ്യുന്നതെന്ന്. പക്ഷെ ഇത് ഒരു രൂപമായി കഴിയുമ്പോഴാണ് എന്താണെന്ന് മനസ്സിലാക്കുക. ചേട്ടാ പേരെന്തുവായിരുന്നു? രതീഷ്. ഇദ്ദേഹമാണ് അവിടെ ചെയ്തിരിക്കുന്ന അടിപൊളി സാധനങ്ങളെല്ലാം. സ്ഥലം എവിടാ? കോവളവാ. എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? 12 വർഷമായിട്ട്. ഇന്നിപ്പോ എപ്പോഴാ തുടങ്ങിയത്? 9 മണിക്കാണ് തുടങ്ങിയത്. 9 മണിക്ക് തുടങ്ങിയാണ് ഈ ഒരു സമയം കൊണ്ട് ഏകദേശം ഉച്ച ഒരു 1 മണി 1:30 ആവുന്നു. ഈ സമയം കൊണ്ട് അത്രയും ചെയ്തു. ഇനിയിപ്പോ തകർപ്പും വർക്ക് കിടക്കുക. എത്ര മണിയാകുമ്പോൾ ദിവസം ഫുള്ള് നമുക്ക് സെറ്റ് ചെയ്ത് കഴിയണം? 2 മണി സെറ്റിംഗ് കഴിയും അല്ലയോ? അപ്പൊ കൂടെ സഹായത്തിന് വന്നതാണ് ഇദ്ദേഹത്തിന്റെ പേര് ബെനീഷ്. അത് കോളം തന്നെ? കളിക്കുള്ള. ഓ, അപ്പൊ തിരുവനന്തപുരത്തുകാരാ രണ്ടുപേരും. അപ്പൊ തകർപ്പം പരിപാടിയാണ്. ഇത് ഫുൾ സെറ്റിംഗ് കൂടെ കാണേണ്ടതാണ്. ഇപ്പം ഇത് ചെയ്യാൻ തുടങ്ങി വലിയ വർക്കുകൾ ഏതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? വലുത് ഒരുപാട് വർക്ക് ട്രിവാൻഡ്രത്ത് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ്നാടൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കണ്ടിട്ടുള്ളതിലും വളരെ വെടിക്കെട്ടായിട്ട് അതിന്റെ ഓരോ എന്ന് പറഞ്ഞാൽ ഫ്ലവറിന്റെ ഒക്കെ മൊനകൾ പോലും ആ ഒരു നൈഫ് കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ നമ്മൾ അവിടെ ഇരുന്നപ്പോ ഇതിങ്ങനെ അല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇത് കട്ട് ചെയ്ത് മാറ്റി സംഭവം വേറെ ലെവലായി. ഇത് വരച്ചെടുക്കാനാ പാട്. ഇത് വരച്ചെടുക്കുന്ന മാത്രമല്ല, ഇത് ഓരോന്നും കൊണ്ടോ ആ നൈഫിന്റെ ഓരോ സംഭവം കൊണ്ടോ ആ ചിറക് വരെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. സമയം എടുത്ത് ക്ഷമ വേണം. നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി ഇത് സെറ്റ് ചെയ്ത് കാണണം. ഇപ്പൊ നമ്മള് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഫുൾ സെറ്റ് ചെയ്തേക്കുക. സെറ്റ് ചെയ്തപ്പോൾ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പരിപാടി ആരംഭിക്കുന്നുള്ള അതിന് മുമ്പാണ് നമ്മളിതെല്ലാം നോക്ക് എല്ലാം നല്ല ഓർഡർ അനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രാവിലെ 9 മണി തൊട്ട് ഒരു 2, 2:30, 3 മണി വരെയുള്ള വർക്കാ. 2 പേരിന്ന് നല്ല ഭംഗിയാണ് വർക്ക് ചെയ്താണ്. ഇതൊക്കെ ഇതുണ്ടോ? ഇതെല്ലാം ഓരോ ഫ്രൂട്ട്സുകളാണ്. ഇതെല്ലാം ഓരോ പച്ചക്കറി ഐറ്റങ്ങളാണ്. ഇതെല്ലാം ഇതൊക്കെ കട്ട് ചെയ്തിടുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതാണ്ട് വെട്ടിക്കണ്ടിച്ച് കളയുവാന്ന്. പക്ഷെ ഇത് ഇവിടെ വന്ന് സെറ്റ് ആയി കഴിയുമ്പോഴാണ് നമ്പർ 1 ആണ് ആ സാധനം. കോഴി ഒരു രക്ഷയില്ല. അടിപൊളി.